ഒരു കാർഡിയോളജിസ്റ്റ് രോഗിയുടെ ഹൃദ്രോഗത്തിന്റെ റിസ്ക് നോക്കുന്ന അതേപോലെ തന്നെ ഒരു ദന്ത ഡോക്ടർക്കും ഹൃദ്രോഗത്തിന്റെ റിസ്ക് കണ്ടെത്താനും തടയാനും സാധിക്കും. ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഇതൊക്കെ പോലെ തന്നെ ഹാർട്ടിന് റിസ്ക് ഉണ്ടാക്കുന്ന പല്ലുമായി ബന്ധപ്പെട്ട 4 അവസ്ഥകളുണ്ട്. ഇത് ഏതൊക്കെയാണ്? ഇതെങ്ങനെ കണ്ടെത്താം? ഏറ്റവും പ്രധാനം, ഇതെങ്ങനെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും? സത്യത്തിൽ വായയും ഹാർട്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? നമ്മുടെ വായിൽ നിന്നും കുറച്ച് ഇഞ്ച് താഴെ മാത്രമാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വായും ഹൃദയം തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ വായക്കകത്ത് ലക്ഷക്കണക്കിന് ബാക്ടീരിയകളുണ്ട്. പല്ലില്, മോണയില്, നാവില്. ഇതിൽ ഭൂരിപക്ഷവും നല്ല ബാക്ടീരിയകളാണ്, ചിലത് അപകടകാരികളാണ്. എന്നാൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ബ്രഷ് ചെയ്യുന്ന സമയത്തും ഫ്ലോസ് ചെയ്യുന്ന സമയത്തും ചവക്കുന്ന സമയത്തും ചിലപ്പോൾ മോണയിൽ വരുന്ന ചെറിയ മുറിവുകളിലൂടെ ഈ ബാക്ടീരിയകൾ നേരെ ബ്ലഡിലേക്ക് കയറണം. നല്ല ആരോഗ്യമുള്ള ഒരു വായാണെങ്കിൽ ഇത് ബ്ലഡിൽ കയറിയ ഉടനെ നമ്മുടെ പ്രതിരോധ സംവിധാനം അതിനെ ഇല്ലാതാക്കി കളയുന്നുണ്ട്. എന്നാൽ വായക്കകത്ത് എന്തെങ്കിലും രീതിയിലുള്ള രോഗാവസ്ഥയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ബാക്ടീരിയകൾ ലക്ഷക്കണക്കിനായിട്ട് നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരാണ്. അത് ഹൃദയത്തിലേക്കും രക്തധമനികളിലേക്കും ഒക്കെ എത്തിപ്പെടും. അവിടെ അതൊരു ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടിന്റെ അവസ്ഥ ഉണ്ടാക്കുകയാണ്. രക്തധമനികൾക്കകത്ത് ഇതുപോലെ ഇൻഫ്ലമേഷൻ വരുമ്പോൾ, നീർക്കെട്ട് വരുമ്പോൾ അത് രക്തധമനിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അത് പ്ലാക്ക് ആയിട്ട് മാറുന്നുണ്ട്, പിന്നീട് ബ്ലോക്ക് ആയിട്ട് മാറുകയാണ്. ഇനി വായക്കകത്ത് വരുന്ന ഏതൊക്കെ പ്രശ്നങ്ങളാണ് സൂക്ഷിക്കേണ്ടത്? ഒന്നാമത്തേത് മോണരോഗങ്ങൾ അഥവാ പെരിഡോണ്ടൈറ്റിസ്. ഇതിന്റെ പ്രധാന ലക്ഷണം നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തും അല്ലാതെയൊക്കെ മോണയിൽ നിന്നും രക്തം വരിക എന്നുള്ളതാണ്. ഇത് ഒരിക്കലും നോർമൽ അല്ലാട്ടോ. നമ്മുടെ പല്ലുകളെ ഹോൾഡ് ചെയ്യുന്ന മോണകൾ അതിനെ ഇൻഫെക്ഷൻ കാർന്ന് തിന്നുന്നതിന്റെ ലക്ഷണമാണിത്. ഓരോ തവണയും മോണയിൽ ബ്ലഡ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ ബ്ലഡിലൂടെ ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ രക്തധമനിയിലേക്ക് ഇടിച്ചു കയറാണ്. ഇതിൽ തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള 2 തരം ബാക്ടീരിയകൾ, ഒന്നാമത്തത് പോർഫൈരിമോണാസ് ജിഞ്ചിവാലിസ്, രണ്ടാമത്തത് അഗ്രിഗാറ്റിബാക്ടർ. ഈ 2 ബാക്ടീരിയകളും നമ്മുടെ പ്രതിരോധ ശക്തിയെ ട്രിഗർ ചെയ്തിട്ട് വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ രക്തധമനികളിൽ ഉണ്ടാക്കുന്നുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് മോണരോഗമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിന് അസുഖം വരാനുള്ള സാധ്യത 3 ഇരട്ടിയിലധികമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം പല്ല് കൊഴിഞ്ഞു പോയവർക്കാണ്. പല്ല് കൊഴിഞ്ഞു പോയാൽ നമ്മളിൽ പലരും അത് മൈൻഡ് ചെയ്യില്ല. പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ ആണെങ്കിൽ അതിനിപ്പോൾ പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കും. നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് പല്ല് കൊഴിഞ്ഞു പോയതെന്നുള്ളതാണ്. പലപ്പോഴും ഒരുപാട് കാലം നിലനിൽക്കുന്ന ഇൻഫെക്ഷൻസ്, മോണരോഗങ്ങൾ, വായിലെ എല്ലിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ് പല്ല് കൊഴിഞ്ഞു പോകുക. ആ പല്ല് കൊഴിഞ്ഞു പോയ ഭാഗത്ത് ഒരു പോക്കറ്റ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളെ പല്ല് നശിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു ബാക്ടീരിയ വായിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയ രക്തത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങളുടെ രക്തധമനികൾക്ക് എത്രയധികം കേടുണ്ടാക്കുക. പഠനങ്ങൾ കാണിക്കുന്നത് 6 അതിലധികമോ പല്ലുകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഹൃദ്രോഗ സാധ്യത 2 ഇരട്ടിയിലധികം കൂടുന്നതാണ്. മൂന്നാമത്തത്, നമ്മുടെ വായയുടെ ആരോഗ്യം നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതിരുന്നാൽ, എന്ന് വെച്ചാൽ 2 നേരം ബ്രഷ് ചെയ്യാതിരുന്നാൽ, ഇടയ്ക്കിടയ്ക്ക് ഫ്ലോസ് ചെയ്യാതിരുന്നാൽ, ഇങ്ങനെയുള്ള ആളുകളുടെ പല്ലിൽ ബാക്ടീരിയ പതുക്കെ ഒരു കോട്ടിംഗ് ഉണ്ടാക്കും. ഇതിനെ പ്ലാക്ക് എന്ന് പറയാം. ഈ പ്ലാക്ക് വേണ്ട സമയത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പതുക്കെ അത് ടാർട്ടാറായിട്ട് മാറും. ഈ ടാർട്ടാറിൽ കൂടുതൽ ബാക്ടീരിയ അടിഞ്ഞുകൂടും. അത് പിന്നീട് ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കുകയാണ്. പിന്നെ അത് മോണരോഗമായിട്ട് മാറുകയാണ്. നാലാമത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, ക്രോണിക് ഓറൽ ഇൻഫ്ലമേഷൻ. എന്ന് വെച്ചാൽ വായക്കകത്ത് വിട്ടുമാറാത്തൊരു ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, അണുബാധ. ഇത് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, ബ്ലീഡിംഗ് ഉണ്ടാവില്ല, പല്ല് കേടുവന്നായിട്ട് നമ്മൾ ചിലപ്പോൾ കാണുന്നില്ല. നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടാവും, ഫ്ലോസ് ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും നമ്മുടെ ബ്രഷ് ഒക്കെ എത്തിപ്പെടാത്ത ഭാഗത്തുള്ള ചില പോക്കറ്റുകളിൽ വരുന്ന ഈ നീർക്കെട്ട് ഞാൻ മുമ്പേ പറഞ്ഞ രക്തധമനികളുടെ ഇൻഫ്ലമേഷൻ ആയിട്ട് മാറുകയാണ്. ഇതിന്റെ ഒരു ലക്ഷണം ബ്ലഡിൽ CRP ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഉയർന്നു നിൽക്കുന്നതാണ്. പഠനങ്ങൾ കാണിക്കുന്നത് വായക്കകത്ത് ഇൻഫ്ലമേഷൻ ചികിത്സിക്കുന്നത് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ നിങ്ങൾ തന്നെ ആലോചിക്കുക, എത്ര കാർഡിയോളജിസ്റ്റുകൾ ഡെന്റൽ ചെക്കപ്പിനെ കുറിച്ച് അത്ര നിർബന്ധം പറയാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഡെന്റിസ്റ്റിന് പോയിട്ട് കണ്ടിട്ട് നല്ലൊരു ഡെന്റൽ ചെക്കപ്പ് അറേഞ്ച് ചെയ്യുക. ക്ലീനിങ് മാത്രം പോരാ, മോണരോഗമുണ്ടോ, ഏതെങ്കിലും പോക്കറ്റിൽ പ്രശ്നമുണ്ടോ, എവിടെയെങ്കിലും ഇൻഫ്ലമേഷന്റെ അടയാളങ്ങളുണ്ടോ, അവരോട് ഞാൻ ഹാർട്ടിനെ ഇത് ബാധിക്കുന്നുണ്ടോ എന്നറിയാനാണ് വന്നതെന്ന് പറയാം. രണ്ടാമതായിട്ട് മോണരോഗം ഉണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ ട്രീറ്റ് ചെയ്യുക. ഓരോ 3-4 മാസം കൂടുമ്പോഴും ഡെന്റിസ്റ്റിന് പോയിട്ട് കാണാം. എല്ലാ ദിവസവും 2 തവണ നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യുക, 1 തവണ ഫ്ലോസ് ചെയ്യുക, സാധിക്കുന്നവർ ഇലക്ട്രിക്കൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക.